അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ, ഒരു ചെറിയൊരു വീഡിയോ, ഒരു ചിക്കൻ 65 ഫ്രൈ ആക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ചിക്കനൊക്കെ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ മസാല പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളെല്ലാം സാധാരണങ്ങളെല്ലാം ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യുന്ന മസാല തന്നെയാണ്. മുളകും പൊടി, മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടി എല്ലാം ചേർത്ത്, പിന്നെ അതിക്ക് വേണ്ട ഇഞ്ചി പച്ചമുളക് അതെല്ലാം പേസ്റ്റെല്ലാം അരച്ച് ചേർത്തിട്ട് എല്ലാം മസാലയാക്കി വെച്ചത് നല്ല ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് എടുക്കുക. പീസ് വലിയ വലിപ്പമില്ലാതെ കട്ട് ചെയ്തെടുത്ത് ചിക്കൻ 65 ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ. വലിയ പീസാകുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറി. ചെറിയ പീസാക്കി കട്ട് ചെയ്ത് മസാല ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അപ്പോഴായിരിക്കും കൂടുതലും ചിക്കൻ കഴിക്കാനൊരു ടേസ്റ്റ് കിട്ടുക. ചിക്കൻ 65 അല്ല, ചിക്കൻ 65 ആകുമ്പോൾ കുറച്ച് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ ചിക്കൻ 65 ഒക്കെ കുറേ ഫ്രൈ ആയി വന്നു. ഇനി കുറച്ചും കൂടിയൊക്കെ ഫ്രൈ ചെയ്യാണ്ട്. ചെറിയൊരു വീഡിയോ കേട്ടോ, ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അങ്ങനെ ചിക്കനെല്ലാം ഫ്രൈ ആയി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തേക്ക് മാറ്റുകയാണ്. പാർസൽ ചെയ്യാനുള്ളതാണ്. അപ്പോൾ പാർസൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാത്രത്തേക്ക് മാറ്റുകയാണ്. പിന്നെ അതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് വലിയ ജീരകം ഒക്കെ പാടെ കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ആ എണ്ണയിലിടുക. അതേ എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യുക. പച്ചമുളക് ഫ്രൈ ആക്കിയിടണമെന്ന് വെച്ചാൽ പച്ചമുളക് ഫ്രൈ ആയി കഴിഞ്ഞാൽ കഴിക്കാനും പറ്റുമല്ലോ. എരിവ് കൂടുതൽ വേണ്ട ആൾക്കാരുണ്ടാവും. അപ്പോൾ ചിക്കൻ ഫ്രൈയിലൊക്കെ ചിലപ്പോൾ എരിവ് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഓരോ മുളകും കൂടി എടുത്ത് കടിക്കുകയാണെങ്കിൽ അതൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മുളകൊന്ന് ഫ്രൈ ആക്കിയിട്ട് അതിൽ തന്നെ അതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളിയാവും, കാണാനൊരു ഭംഗിയുണ്ടാവും. ഇടയ്ക്കോരോ മുളക് കൊടുത്ത് കടിക്കാൻ അതൊരു ടേസ്റ്റ് ഉണ്ടാവും. ചെറിയ കുട്ടികളൊന്നും ഉണ്ടെങ്കിൽ കൊടുക്കരുത് കേട്ടോ, അവർക്ക് എരിവ് കൂടുതലാവും. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കൊന്നും മുളക് ഇതേമാതിരി കൊടുക്കരുത്. വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഓരോ മുളക് കഴിച്ചാലും പ്രശ്നമല്ല. അതൊക്കെ അങ്ങനെ റെഡിയായി പാർസൽ ചെയ്യുന്ന റൂമിലേക്ക് മാറ്റി. അപ്പോൾ ഇവിടെ അങ്ങനെ നമ്മൾ ആൾക്കാർ കോഴക്കന്മാരെല്ലാവരും പാർസലും ചെയ്യുന്നുണ്ട്. അവരോരോന്ന് പറഞ്ഞിരുന്നു കൊണ്ടും അതും ഇതൊക്കെ നേപ്പാളികളും ബംഗാളികളൊക്കെ ഉണ്ട്. അവർ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവർ ഓരോന്ന് പറയുന്നുണ്ട്. ഒരുത്ത മറ്റവനെടുക്കുക, ദേശീയനെടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാവരും ഓരോന്ന് മുഖം കാണിപ്പിച്ചു. അവരൊന്ന് സന്തോഷിക്കോട്ടെ. ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരട്ടെ. ബൈ.